അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രത്യേകിച്ച് നമ്മുടെ നഈം വിഷൻ കുടുംബങ്ങളെ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ്സിലൂടെ കടലിൽ പോകുന്നവർ അപകടത്തിൽപ്പെടാതിരിക്കാൻ, പ്രത്യേകിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നവർ, അതുപോലെ കടലിൽ യാത്ര ചെയ്യുന്നവർ, അങ്ങനെ ആർക്ക് വേണമെങ്കിലും ചൊല്ലാവുന്ന ഒരു ദിക്ർ, അപകടത്തിൽപ്പെടാതിരിക്കാൻ കടലിൽ സഞ്ചരിക്കുമ്പോൾ, അത് നമ്മൾ ജോലിക്ക് വേണ്ടി പോകുമ്പോഴാണെങ്കിലും, അതേ മത്സ്യബന്ധനത്തിന് പോകുമ്പോഴാണെങ്കിലും, നമ്മുടെ തൊഴിലുമായി ബന്ധപ്പെട്ടാണെങ്കിലും, അതുപോലെ തന്നെ അതല്ല കപ്പലിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും, ബോട്ടിൽ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും, വള്ളത്തിൽ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെ അപകടത്തിൽപ്പെടാതിരിക്കാൻ, കടലിൽ പോകുമ്പോൾ അപകടത്തിൽപ്പെടാതിരിക്കാൻ, അതിനപ്പോൾ കായലോ കടൽ മാത്രം പ്രത്യേകത, കായലാണെങ്കിലും അങ്ങനെ തന്നെ, കായലാണെങ്കിലും കടലിലാണെങ്കിലും ഒക്കെ നമുക്ക് അപകടത്തിൽപ്പെടാതിരിക്കാൻ വേണ്ടി ചൊല്ലാനുള്ള ഒരു ദിക്റാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. പ്രത്യേകിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്ന സഹോദരന്മാരുണ്ട്, അവരെ നമ്മൾ പ്രത്യേകം അവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ ദുആ രക്കണം. ഒരുപാട് മുസ്ലിം സഹോദരന്മാർ കടലിൽ പോയി ജീവിക്കുന്നവരുണ്ട്. അവർ ജീവൻ പണയം വെച്ചാണ് യഥാർത്ഥത്തിൽ അവരുടെ തൊഴിലിന് വേണ്ടി പോകുന്നത്. അവരങ്ങനെ പോയി ആ മത്സ്യം പിടിച്ചുകൊണ്ട് വരുന്നത് കൊണ്ടാണ് നമ്മൾ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നത്, ആ കഴിക്കാൻ വേണ്ടി ഈ മീൻ നമ്മൾ ഉപയോഗിക്കുന്നത്, മത്സ്യം ഉപയോഗിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ മത്സ്യബന്ധനം നടത്തുന്ന എല്ലാ സഹോദരന്മാർക്കും അല്ലാഹു ദീർഘായുസ് നൽകുമാറാകട്ടെ. എല്ലാ ആപത്തുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ തിരൂർ താനൂർ ഏരിയകളിലൊക്കെ ഒരുപാട് പേര് മത്സ്യബന്ധനം ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. അതുപോലെ തിരുവനന്തപുരം, വിഴിഞ്ഞം ആ ഭാഗത്തൊക്കെ ഒരുപാട് പേര് മത്സ്യബന്ധനം ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ എല്ലാവിധ ആപത്തുകളിൽ നിന്നും അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ പല ഏരിയയും, എനിക്കറിയുന്ന ചില ഏരിയ പറഞ്ഞതേ ഉള്ളൂ. കേരളത്തിൻ്റെ പല ഏരിയകളിലും അങ്ങനെ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. അല്ലാഹു അവർക്കെല്ലാം കാവൽ നൽകുമാറാകട്ടെ. അവർക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരു ദിക്റാണ് ഇതവർ പഠിച്ചു വെക്കണം ഇൻഷാ അല്ലാഹ്. അങ്ങനെ പ്രത്യേകിച്ച് ആ മത്സ്യബന്ധനത്തിന് പോകുന്നവർ, അതുപോലെ യാത്ര ചെയ്യുന്നവർ, അവർക്കൊക്കെ ഇത് ഉപകരിക്കും. ഈ ദുആ പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ എഴുതി സ്പേഴ്സിൽ സൂക്ഷിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആവശ്യമുള്ളപ്പോൾ എടുത്ത് ചൊല്ലിയിട്ട് നമ്മൾ മത്സ്യബന്ധനത്തിന് പോവുക. എന്നാൽ എല്ലാ അപകടത്തിൽ നിന്നും അല്ലാഹു കാത്തുരക്ഷിക്കുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് ആ ദിക്ർ ഞാൻ പറഞ്ഞു തരാം. അത് ഇൻഷാ അല്ലാഹ് എല്ലാവരും എഴുതിയെടുത്ത് സൂക്ഷിക്കണം, അത് ചൊല്ലുകയും ചെയ്യണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്ത് മുസീബത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏതാണ് ആ ദിക്ർ? മഹാന്മാർ പഠിപ്പിക്കുന്നു, ബിസ്മില്ലാഹിൽ മലിക്കിർ റഹ്മാൻ, ബിസ്മില്ലാഹി അൽ മലിക്കിർ റഹ്മാൻ, വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രിഹി വൽ അർളു ജമീഅ ഖബ്ലത്തുല്ലാഹി യൗമൽ ഖിയാമത്തി വസ്സമാവാതു മത്വിയാത്തുൻ ഫീ യമീനിഹി സുബ്ഹാനഹു വ തആല അമ്മാ യസിഫൂൻ. ബിസ്മില്ലാഹി മജ്റേഹാ വമുർസാഹാ ഇന്ന റബ്ബി ലഗഫൂറുർ റഹീം. അവിടെ ബിസ്മില്ലാഹി മജ്റാഹ എന്നാണ് നമ്മൾ നോക്കുമ്പോൾ പോകുന്നത്. പക്ഷേ അതിൻ്റെ നിയമം അനുസരിച്ച് നമ്മൾ പറയേണ്ടത് മജ്റേഹ, ഒന്ന് ചരിച്ചാണ്, ഇമാലത്താക്കിയിട്ടാണ് അവിടെ പറയേണ്ടത്. അതുകൊണ്ടാണ് ബിസ്മില്ലാഹി മജ്റേഹ എന്ന് പറഞ്ഞത്. ബിസ്മില്ലാഹി മജ്റേഹ, മജ്റാഹ എന്നാണ് എഴുത്ത്, പക്ഷെ മജ്റേഹ എന്ന് ഒന്ന് ചരിച്ച് ഇമാലത്താക്കി പറയണം എന്ന് തജ്വീദിൻ്റെ നിയമമാണ്. അതുകൊണ്ട് അവിടെ അങ്ങനെ വേണം പറയാൻ. ഒന്നുകൂടെ പറഞ്ഞു തരാം. ബിസ്മില്ലാഹിൽ മലിക്കിർ റഹ്മാൻ, വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രിഹി, വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രിഹി വൽ അർളു ജമീഅ ഖബ്ലത്തുല്ലാഹി യൗമൽ ഖിയാമ വസ്സമാവാതു മത്വിയാത്തുൻ ഫീ യമീനിഹി സുബ്ഹാനഹു വ തആല അമ്മാ യസിഫൂൻ. ബിസ്മില്ലാഹി മജ്റേഹാ വമുർസാഹാ ഇന്ന റബ്ബി ലഗഫൂറുർ റഹീം. ഇനി മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ
ഇതിൽ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ ആ മത്സ്യബന്ധനത്തിന് പോകുന്നവർ, അതുപോലെ തന്നെ ദ്വീപിൽ താമസിക്കുന്നവരുണ്ട്, ദ്വീപിൽ നിന്ന് കേരളത്തിൽ വന്ന് താമസിക്കുന്നവരുണ്ട്. അവർ മാസത്തിലോ 2 മാസം കൂടുമ്പോഴോ 6 മാസം കൂടുമ്പോഴോ ഒക്കെ അവരുടെ നാടാകുന്ന ദ്വീപിലേക്ക് അവർ പോകാറുണ്ട്. അവർ കപ്പലിലാണ് യാത്ര ചെയ്യുന്നത്. ആ സമയത്തും അപകടത്തിൽപ്പെടാതിരിക്കാൻ നമുക്ക് ഈ ദുആ ചൊല്ലാവുന്നതാണ്. ഈ ദിക്ർ ചൊല്ലാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ ആർക്കെങ്കിലും ഇത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ അത് വാട്സാപ്പിൽ എൻ്റെ നമ്പറിൽ മെസ്സേജ് അയച്ച് ആ കടലിൽ പോകുമ്പോൾ ചൊല്ലാനുള്ള ദുആ ഒന്ന് പറഞ്ഞു തരണം ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അയച്ചു തരുന്നതാണ്. ആരും വിഷമിക്കേണ്ട, അത് കിട്ടിയില്ല എന്ന് കരുതി ആരും വിഷമിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ ദുആ എഴുതിയെടുത്ത് സൂക്ഷിക്കണം. ഞാനിപ്പോഴും കടലിലൊന്നും പോകുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ കായലിൽ പോകുന്നില്ല, ഞാനിപ്പോൾ ബോട്ടിൽ പോകുന്നില്ല എന്നൊക്കെ ചിന്തിക്കുമെങ്കിലും പിന്നീടൊരു ആവശ്യം വരുമ്പോൾ നമ്മളിത് കണ്ടുപിടിക്കാൻ പാടായിരിക്കും. അതുകൊണ്ട് ബോട്ടിൽ യാത്ര ചെയ്യാറില്ലേ? ബോട്ടിൽ ഉല്ലാസയാത്രയ്ക്ക് പോകാറുണ്ട്, സന്തോഷത്തിന് വേണ്ടി ഫാമിലിയായിട്ട് ബോട്ടിലൊക്കെ യാത്ര ചെയ്യുന്നവരുണ്ട്. ബോട്ടിൽ സ്ഥലങ്ങൾ കാണാനും അതുപോലെ വെള്ളത്തിലൂടെ ഒരു യാത്ര നടത്താനും അങ്ങനെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ബോട്ട് യാത്ര ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോകാൻ നമുക്ക് ചൊല്ലാൻ പറ്റും. നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഇവിടെ തിരൂർ താരൂർ ഭാഗത്ത് ആ ബോട്ടപകടം നടന്ന് നമുക്കെല്ലാം അറിയാം. ആ ബോട്ടപകടത്തിൽ ഓരോ കുടുംബത്തിലെയും എത്ര പേരാണ് മരണപ്പെട്ടു പോയത്. അത് അവരുടെ കുഴപ്പമാണ്. ബോട്ടിൽ കൊള്ളാവുന്നതിൽ കൂടുതൽ താങ്ങാവുന്നതിനപ്പുറം ആൾക്കാരെ കുത്തി നിറച്ച് കൊണ്ടുപോയ ബോട്ടായിരുന്നു. അത് നമ്മുടെ ഭാഗത്തും ന്യൂനത വരാൻ പാടില്ല. അങ്ങനെ നമ്മൾ ബോട്ടിലൊക്കെ അങ്ങനെ സന്തോഷത്തിന് വേണ്ടി യാത്ര ചെയ്യുമ്പോൾ, ബോട്ടിൽ ഉല്ലാസത്തിന് വേണ്ടി പോകുമ്പോഴാണെങ്കിലും ഇനി അല്ലാതെ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെ നമുക്ക് ചൊല്ലാൻ പറ്റിയ ദുആയാണ്. കപ്പലിൽ കയറുമ്പോഴും ബോട്ടിൽ കയറുമ്പോഴും വള്ളത്തിൽ കയറുമ്പോഴും, ചുരുക്കി പറഞ്ഞാൽ വെള്ളത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ, വെള്ളത്തിലൂടെ കടലാകട്ടെ കായലാകട്ടെ പുഴയാകട്ടെ കുളമാകട്ടെ എവിടെയും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ചൊല്ലാൻ പറ്റിയ ഒരു ദിക്റാണ്, ദുആയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ചൊല്ലാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ദിക്ർ എല്ലാവരും ഇൻഷാ അല്ലാഹ് പഠിച്ചു വെക്കുക, ഡയറിയിൽ എഴുതി വെക്കുക. ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഉപകരിക്കും, പിന്നീട് തിരഞ്ഞാൽ കിട്ടുകയില്ല. അല്ലാഹു തആല എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഒന്നുകൂടി ആ ദുആ പറഞ്ഞു തരാം. ബിസ്മില്ലാഹിൽ മലിക്കിർ റഹ്മാൻ വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രി വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രി വൽ അർളു ജമീഅ ഖബ്ലത്തുല്ലാഹി യൗമൽ ഖിയാമത്തി വസ്സമാവാതു മത്വിയാത്തുൻ ഫീ യമീനി സുബ്ഹാനഹു വ തആല അമ്മാ യസിഫൂൻ ബിസ്മില്ലാഹി മജ്റേഹാ വ മുർസാഹാ ഇന്ന റബ്ബീ ലഗഫൂറുർ റഹീം. ഇത് നമ്മുടെ കുടുംബത്തിലും പരിചയത്തിലും നാട്ടിലുമൊക്കെ മത്സ്യബന്ധനത്തിന് പോകുന്ന സഹോദരന്മാരുണ്ട്. അവർക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കണം, അവർക്കൊക്കെ ഇത് അറിയിച്ചു കൊടുക്കണം, അത് അവർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുകയാണ്. പലരും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവരുടെയും എല്ലാവിധ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അതുപോലെ തമിഴ്നാട്ടിലുള്ള ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ പിതാവിന് ക്യാൻസറായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ദുആ ചെയ്യാൻ പലപ്പോഴും മെസ്സേജ് അയച്ച് പറയാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ആ പിതാവിൻ്റെ എല്ലാ രോഗങ്ങളും, ക്യാൻസറും മറ്റെല്ലാ രോഗങ്ങളും അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ പലരും പല ആവശ്യങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ദൂരീകരിക്കുമാറാകട്ടെ. ജോലിയില്ലാതെ വിഷമിക്കുന്നവർ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അവർക്കൊക്കെ അല്ലാഹു ഖൈറായ ജോലി നൽകുമാറാകട്ടെ. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന പലരും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ഖൈറായ ജോലി നൽകുമാറാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവർക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. നമ്മുടെ നഈം വിഷൻ ചാനലിലെ കുടുംബങ്ങൾ ഒരുപാട് സഹോദരിമാർ പല വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട്. അല്ലാഹു എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരും നമ്മുടെ ഈ ചാനലിൽ വരുന്ന ക്ലാസ്സുകളൊക്കെ കേൾക്കുകയും പൂർണ്ണമായും കേൾക്കുകയും മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണമെന്ന് എല്ലാവരെയും അറിയിക്കുന്നു. അതുപോലെ അൽഹംദുലില്ലാഹ് എന്ന് കമൻറ്റ് രേഖപ്പെടുത്താനും ആരും മറന്നു പോകരുത്. അസ്സലാമു അലൈക്കും.